അമരാവതി എക്സ്പ്രസ് കർണാടകയിലെ ഷിമോഗയിൽ ഉള്ള റെയിൽവേ സ്റ്റേഷനോട് അടുക്കുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമായ ജോഗ് വെള്ളച്ചാട്ടം കാണാനുള്ള യാത്രയിലാണ് ഞാൻ. റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ഒരു ടാക്സി പിടിച്ച് ഞാൻ യാത്ര തുടർന്നു. ഈ യാത്രയ്ക്കിടയിൽ പുറത്തേക്ക് നോക്കിയപ്പോൾ അതിമനോഹരമായ ഒരു കാഴ്ച ഒരു കമുകിൻ തോട്ടം പോലെ കാണപ്പെടുന്നു. അതിനു ചുറ്റും നിറയെ നെൽപ്പാടങ്ങളാണ്. അത് കണ്ടാൽ ചിലപ്പോൾ നമ്മൾ കുട്ടനാട്ടിലൂടെ യാത്ര ചെയ്യുന്ന ഒരു ഫീൽ ആണ് ഉണ്ടാകുന്നത്. അങ്ങനെ കുറെ നേരം കഴിഞ്ഞപ്പോൾ വെൽക്കം ടു ജോഗ് വാട്ടർഫാൾ എന്ന ഒരു ബോർഡ് കാണാനിടയായി. വെള്ളച്ചാട്ടത്തിലേക്ക് അധിക ദൂരം ഇല്ല എന്ന് എനിക്ക് മനസ്സിലായി. എതിരെ വന്ന ഒരു ബസിന് സൈഡ് കൊടുത്ത് കാർ വളരെ വേഗം ലക്ഷ്യസ്ഥാനത്തേക്ക് നീങ്ങി. കർണാടകയിലെ ഷിമോഗയിലുള്ള ജോഗ് വെള്ളച്ചാട്ടത്തിന്റെ ദൃശ്യങ്ങളാണ് ഇത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമാണ് ജോഗ് വെള്ളച്ചാട്ടം. മഴ കനത്തതോടെ ആണ് കർണാടകയിലെ ജോഗ് വെള്ളച്ചാട്ടത്തിന്റെ ഭംഗി ഇരട്ടിയായത്. ശാരാവതി നദിയിൽ നിന്ന് ഉദ്ഭവിച്ചുണ്ടാവുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമാണ് ജോഗ് വെള്ളച്ചാട്ടം. വിനോദസഞ്ചാരികളുടെ ഒരു പ്രധാന ആകർഷണ കേന്ദ്രമാണിവിടം. ഗിർസോപ്പ് ഫാൾസ്, ജോഗാഡ് ഫാൾസ്, ജോഗാഡ് ഗുണ്ടി എന്നിങ്ങനെ പല പേരുകളിലും ഈ വെള്ളച്ചാട്ടം അറിയപ്പെടുന്നു. ശാരാവതി നദിയിലെ ലിംഗനത്തി ഡാമും അതിൽ നിന്നുള്ള ജലവൈദ്യുത പദ്ധതിയും ജോഗ് ഫോൾസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. 1200 മെഗാവാട്ട് വൈദ്യുതി ഉത്പാദിപ്പിക്കുന്ന 1949 സ്ഥാപിച്ച ഈ ജലവൈദ്യുതി നിലയം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ വൈദ്യുത നിലയങ്ങളിലൊന്നാണ്. കാലത്തിന് കേടുവരുത്താൻ സാധിക്കാത്ത സൗന്ദര്യവുമായി നിൽക്കുന്ന ഉത്തരകന്നഡയിലെ ചില വഴികളുണ്ട്. അതിലൊന്നിലൂടെയായിരുന്നു ഇത്തവണത്തെ മഴക്കാലയാത്ര. കോടമഞ്ഞിലേങ്ങി നിൽക്കുന്ന സഹ്യന്റെ മടിക്കെട്ടിലൂടെ പെയ്തുകൊണ്ടിരിക്കുന്ന മഴനഞ്ഞ് പച്ചപ്പിന്റെ വിവിധ ഭാവങ്ങൾ വാരിയണിഞ്ഞിരിക്കുന്ന കാട്ടുവഴികളിലൂടെ ഇടയ്ക്കിടെ കാണുന്ന ചെറിയ ഗ്രാമങ്ങൾക്കും അവിടുത്തെ കൃഷിയിടങ്ങൾക്കുമരികിലൂടെ മഴ ആസ്വദിച്ച് ഒരു യാത്ര. കൃഷിയിടത്തോട് ചേർന്ന് ഇടയ്ക്കിടെ ചെറിയ ഗ്രാമങ്ങൾ കാണാം. ഇടയ്ക്ക് മഴയിലൂടെ കറുത്ത കരിമ്പടം പോലത്തെ മഴക്കോട്ട് ധരിച്ചു നീങ്ങുന്ന ഗ്രാമീണർ. റോഡരികിലെ പച്ചപ്പിനിടയിലൂടെ അകലെ കാണുന്ന വീടുകൾക്ക് നല്ല പഴക്കം തോന്നിക്കും. എല്ലാം ഓടിട്ട പഴയ രീതിയിലുള്ളവ. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളാണ് ശിവമോഗ ജില്ലയിൽപ്പെടുന്ന ഈ റൂട്ട്. ഇവിടെ 6 മാസത്തോളം നല്ല മഴയായിരിക്കും. അതുകൊണ്ട് തന്നെ മിക്ക വീടുകളുടെയും വശങ്ങൾ എന്തെങ്കിലും കൊണ്ട് മറച്ചിരിക്കുന്നുണ്ട്. നോക്കൂ, അതിമനോഹരമാണ് ഈ വെള്ളച്ചാട്ടം. ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഇന്ത്യയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം ഇതുതന്നെയാണെന്ന്. എന്നാൽ പല സഞ്ചാരികളും ഇത് അറിയാതെ പോകുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എല്ലാവരും ഒന്ന് വന്ന് കാണേണ്ടത് തന്നെയാണ്. 830 അടി ദൂരത്തിൽ മുകളിൽ നിന്ന് ഒരിടത്തും തട്ടി നിൽക്കാതെ താഴേക്ക് പതിക്കുന്ന 4 ജലപാതങ്ങൾ. രാജ്, റാണി, റോക്കറ്റ്, റോറർ എന്നീ 4 ജലപാതങ്ങൾ ചേർന്നതാണ് ജോഗ് വെള്ളച്ചാട്ടം. രാജയാണ് ഏറ്റവും ഉയരത്തിൽ നിന്ന് വരുന്നത്. താഴേക്ക് പതിക്കുന്നതിനിടയിൽ റോററുമായി കൂടിച്ചേരും. അലറിവിളിച്ച് താഴേക്ക് പതിക്കുന്നതിനാലാണ് ഇതിന് റോറർ എന്ന പേര് വന്നതെന്നാണ് പറയുന്നത്. റാണി വളരെ ശാന്തമായാണ് താഴേക്ക് പതിക്കുന്നത്. റോക്കറ്റാവട്ടെ ഒരു ജെറ്റ് പോലെ താഴേക്ക് പതിക്കുന്നു. ശതാവരി നദിയിൽ നിന്നാണ് ഈ വെള്ളച്ചാട്ടം ഉദ്ഭവിക്കുന്നത്.